എന്ത് പറ്റിയുടെ ഷിൻചാനെ? ഞാനൊരു എരിവുള്ള ചിപ്സ് കഴിച്ചേ. എന്റെ വിധി. ഓക്കെ, ചോപ്പ് ഇവിടെ. ആ ചോപ്പ്, നീ ഇവിടെ ഒറ്റക്കിരുന്ന് സിനിമ ബ്രേക്കിംഗ് ന്യൂസോ? ഇതെന്താ? എന്താ സംഭവം? സിറ്റിയിൽ എന്തൊട്ടും ഉണ്ടായിട്ടില്ലോ. ബ്രേക്കിംഗ് ന്യൂസ് അല്ലാണ്ട് വരില്ല. സിറ്റിയിൽ സോംബി വൈറസ്. വെള്ളത്തിൽ നിന്നാണ് സോംബി വൈറസ് പടരുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. ആരും വെള്ളം കുടിക്കാതെ ശ്രദ്ധിക്കുക. സോംബി വൈറസ് ഉള്ളവരിൽ നിന്ന് എടുത്തുനിന്ന് മാറിക്കുക. ഇല്ലെങ്കിൽ കടി കിട്ടിയാൽ നമ്മളും സോംബിയോ. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കണമെന്ന് ഗവൺമെൻറ് ഓർഡറാണ്. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുക. ഫുഡും വെള്ളവും എല്ലാം കരുതി വയ്ക്കുക. എടാ ചോപ്പേ, എന്താ നമ്മുടെ ഷിൻചാൻ വെള്ളം കുടിക്കാൻ പോയിട്ടില്ലേ? ഷിൻചാനെ കുടിക്കലടാ. ഷിൻചാനെ കുടിക്കല്ലേ. ഷിൻചാനെ കുടിക്കലടാ. ഷിൻചാനെ കുടിക്കല്ലേ ഷിൻചാനെ. ഷിൻചാൻ വെള്ളം കുടിക്കട്ടെ. ഷിൻചാനെ കുടിക്കലടാ ഷിൻചാനെ. എന്താ ഫ്രാങ്ക്ലിൻ അണ്ണാ, ഞാനൊന്ന് വെള്ളം കുടിച്ചോട്ടെ. എടാ ഷിൻചാനെ, ഞാനിത് നിന്നോട് പറയാ. എടാ സിറ്റിയിൽ സോംബി വൈറസ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഷിൻചാൻ, അത് വെള്ളത്തിൽ നിന്ന് പകരണത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാൻ വന്നത്. അതാണ് സംഭവം. ഈ വെള്ളം കുടിച്ചൊന്നിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, ഞാൻ വെള്ളം കുടിച്ചു. ഇപ്പോഴാണ് പറയണത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ സോംബി ആവും. ഇപ്പൊ നിങ്ങൾ പൊക്കോ. ഞാനിപ്പോ സോംബി ആയി കഴിഞ്ഞാൽ നിങ്ങളെ കടിച്ചാലോ? എടാ ഷിൻചാനെ പോലെടാ ഷിൻചാനെ, ഞാൻ പറയട്ടെ. എടാ നിനക്ക് ഒന്നും പറ്റില്ലടാ. ഒന്നും പറയണ്ട, എന്നെ ഈ റൂമിലിട്ട് പൂട്ടിക്കോ. എന്നെ പൂട്ട്. എടാ ശരിടാ, ഞാൻ നിന്നെ എന്തായാലും രക്ഷിക്കും ഷിൻചാനെ. നീ പേടിക്കണ്ട. ശരി ഫ്രാങ്ക്ലിൻ അണ്ണാ, പൂട്ട്. ശരിടാ ഷിൻചാനെ, ഞാൻ എന്തായാലും നിനക്കുള്ള ഇത് വഴി ഉണ്ടാക്കാം. ഷിൻചാൻ, ഞാൻ നിന്നെ എന്തായാലും രക്ഷിക്കോളൂ ഷിൻചാനെ. എടാ ഫോണ് കിടന്ന് ആരടാ അടിക്കുന്നത്? ആരടാ വിളിക്കണേ ഈ സമയത്ത്? മൈക്കിളാണോ? മൈക്കിൾ, എന്താടാ മൈക്കിളെ? എടാ ഫ്രാങ്ക്ലിനെ, എന്നെ രക്ഷിക്കാൻ പാടാ. ഞാൻ അപകടത്തിൽ പെട്ടേക്കാടാ. എൻ്റെ വീടിൻ്റെ ചുറ്റും സോംബീസ് ആടാ. എടാ മൈക്കിളെ, നീ വീട്ടിലാണ് സേഫ് ആയിരിക്കും. ഞാൻ എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് വരാം. പെട്ടെന്ന് വാടാ ഫ്രാങ്ക്ലിനെ. ഞാനിപ്പോൾ വരാടാ. നമ്മുടെ മൈക്കിളുടെ വീട്ടില് സോംബീസ് വന്നിട്ടുണ്ട്. ഞാൻ അവനെ എന്തായാലും രക്ഷിച്ചിട്ട് നിന്റെ അടുത്തേക്ക് വരാൻ ഷിൻചാനെ. ശരി ഫ്രാങ്ക്ലിൻ അണ്ണാ, അവനെ രക്ഷപ്പെട്ടു. എടാ നമ്മളിങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ എത്തിൻ്റെ അവിടെ ഉണ്ട് ഗൈസ്. നമ്മള് ഫ്രാങ്ക്ലിൻ്റെ വീടിനടിക്ക് എത്തി. മൈക്കിളുടെ വീടിൻ്റെ അടിക്കുന്നത്. ഫ്രാങ്ക്ലിൻ പേടിയായി നമ്മൾ വായന്ന് വരച്ചു പോകാൻ ഗൈസ്. നമ്മുടെ വായൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല ആക്കളൊന്നും. മൈക്കിളുടെ വീടിൻ്റെ അടിക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗേറ്റ് അടിച്ച് പൊളിക്കാം. ഓക്കെ എടാ, ഓക്കെ ഏകദേശം പൊട്ടി. ഒരു ഡ്യൂരി അടിച്ചാൽ മതി. ഗൈസ്, നമ്മുടെ മൈക്കിളിനെ ഇവിടെ ഒന്നും കാണാനില്ല. എന്തായാലും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും വീടിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, നിറച്ച് സോംബീസാണ് ഗൈസ്. എന്താ ചെയ്യുന്ന ബെഡിങ് കിട്ടുന്നില്ല. എന്തായാലും മൈക്കിളിനെ രക്ഷിക്കണം ഗൈസ്. നമുക്ക് ഇവിടെ വണ്ടി ഒന്നും ഇതൊക്കെ ഇതിന് മുകളിൽ കയറിക്കാം. കാരണം അവർക്ക് നടന്ന് പറ്റുള്ളൂ, അവർക്ക് പിടിച്ചു കയറാനും പറ്റില്ല. വണ്ടിയുടെ മുകളിൽ എന്തായാലും കയറാം നമുക്ക് വേഗം. ഗൈസ്, വണ്ടി മേലുണ്ട്. വരെ കടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സോംബിയോ ഗൈസ്. മൈക്കിളെവിടെ? മൈക്കിള് ഫ്രാങ്ക്ലിനെ, ഞാൻ ഇവിടെ ഉണ്ട്. എടാ മൈക്കിളെ, അവിടെ തന്നെ ഇരിക്കും. ഞാൻ അപ്പം അങ്ങോട്ട് വരാം. എടാ നമുക്ക് എങ്ങനെയും മൈക്കിളുടെ അടുത്തേക്ക് പോകണം. നമുക്ക് ഇവിടെ വഴിയുണ്ട്, നമുക്കവിടെ നോക്കി നോക്കാം. കട്ടിക്കാൻ വരുമോ എന്നെ ഗൈസ്? ഇവിടെ എവിടെയും ഗൈസ്, അവിടെ ഒരു വഴിയുണ്ട്. നമ്മൾ പണ്ടെപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കണ്ടുള്ള. ഗൈസ്, ഇത് നല്ല കട്ടിയാണ്. ഇതിനപ്പുറത്ത് ഡോറും കൂടി ഉണ്ട്. അത് നമുക്ക് ചവിട്ട് വിളിക്കാൻ നോക്കാം. പൂട്ടറ ഗൈസ്, ഇത് നല്ല കട്ടിയുള്ള ഡോറാണ്. ഇവർ എന്താ എടുത്ത് എത്തി എന്നെ പഠിച്ചു തരും. ഗൈസ്, തുറന്നു ഗൈസ്. എന്തായാലും ഉള്ളിൽ പോവാ. സോംബീസ് ഉള്ളിക്കെത്തി ഗൈസ്. എന്തായാലും മൈക്കിൾ നമുക്ക് രക്ഷിക്കണം. മൈക്കിൾ മുകളിലാണ് ഉണ്ടാവുക. എന്തായാലും നമുക്ക് മുകളിലേക്ക് പോകാം ഗൈസ്. മൈക്കിളെ സേഫ് ആയിക്കടാ. ഫ്രാങ്ക്ലിനെ, എന്നെ രക്ഷിക്കണോ? ആടാ നീ അവിടെ നിൽക്കുന്ന, ഞാൻ എന്നെ വിളിക്കട്ടെ. ഓക്കെ എടാ മൈക്കിളെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും നമുക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം? അല്ലെങ്കിൽ നമ്മളവർ എന്തായാലും കടിച്ചു കൊല്ലും. നമ്മളെ സോംബീസ് ആവും. എടാ എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ആ ജനാല പൊട്ടിച്ചു പോയാലോ? അതൊരു നല്ല ഐഡിയ ആണ്. നമുക്ക് എന്തായാലും അത് തന്നെ പോയി ചെയ്യാം. ഞാൻ 3, 2, 1 എന്നാ അപ്പം ചാടിക്കോ. 3, 2, 1 ചാടിക്കോ. തല വേദനിക്കണ നമ്മുടെ മൈക്കിൾ എത്തി ഗൈസ്.
മൈക്കിളെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, കുറച്ച് ചോര പോയി. ആടാ ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് വേഗം അവിടെ നിൽക്കാൻ സമയമില്ല, നമുക്ക് എന്തായാലും പോവാം. അതായത് സോമീസ് വരുന്നുണ്ട്, വേഗം പോവാം. ബൈ മക്കളെ. എന്റെ വീട്. വീട് നോക്കിയിട്ടൊന്നും കാര്യമില്ല, വേഗം പോവാം നമുക്ക്. എനിക്ക് വണ്ടി എടുക്കണോ നീ ആദ്യം? ഓക്കെ മക്കളെ പിടിച്ചിരുന്നോ? ഓക്കെ. ഇത് ബൈക്കല്ല, ഇത് കാറാ. അല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോന്ന് അതാണ് ഉദ്ദേശിച്ചത്. വേഗം ഓക്കേ. സോമ്പികള് ഉള്ളപ്പോഴാണ് അവൻ്റെ തമാശ. ഓക്കെ. എന്റെ കാർ അടിച്ചു എടാ പൊളിക്കാതെടാ. കാറൊക്കെ നമുക്ക് വേറെ മേടിക്കാന്ന്, നീ പൈസ ഉള്ളവനല്ലേ, വേറെ മേടിക്കാം. പൈസ ഒക്കെ ആര് ഈ സോംബി വൈറസിന്റെ സമയത്ത്? എടാ മൈക്കിളെ, നമ്മളിപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ കാണുമ്പോൾ നമ്മുടെ ഷിൻചാനും സോംബി വൈറസ് ഇതാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ആ വണ്ടി ഉണ്ടോ? നമുക്ക് ആ വണ്ടി കിട്ടുക കുറച്ചും കൂടി സേഫായി. ആടാ മൈക്കിളെ, നമുക്ക് എന്തായാലും ആ വണ്ടി നമുക്ക് എടുക്കാം, അവരന്മാരെ നമുക്ക് അടിച്ചിടാം. ഓക്കെ. എടാ നിക്കടാ. നിക്കടാ വണ്ടി ഓടി നിർത്തണം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുക്കണം. അവനെ പോയി പിടിക്ക് ഫ്രാങ്ക്ലിനെ. വണ്ടികളൊക്കെ ചെറുപ്പം നോക്കണോടി. ഓ, നമുക്ക് എന്തായാലും വണ്ടി എടുക്കണം. ഇറങ്ങടാ എടാ മോട്ടെ ഇറങ്ങടാ. എടാ തലയെ ഇറങ്ങി പോടോ. മൈക്കിളെ അവനെ വീട്ടിൽ മൈക്കിളെ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി കിട്ടിയിട്ടുണ്ട്, അമാരെ നമുക്ക് അടിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ. അവന്മാര് ചത്താൽ നമുക്ക് രക്ഷിക്കാം പിന്നെ എപ്പോഴേലും. ഓക്കെ. നമ്മൾ ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു പടയ വണ്ടിയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും ഒരുപാട് സോംബീസ് വരുന്നുണ്ടാ, ഞാൻ അവന്മാരൊക്കെ തട്ടിക്കൊണ്ട്. ഓക്കെടാ മൈക്കിളെ, ഇപ്പം എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ആദ്യം പോവാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ നമുക്ക് എന്തായാലും ഇതൊക്കെ ക്യൂർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് മരുന്ന് വേണം, നമുക്ക് അതെന്തായാലും എടുക്കണം. അതുപോലെ നമുക്ക് വെപ്പൺസ് ഒക്കെ വേണം സോംബീസിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനേ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് കുറച്ച് വെപ്പൺസ് എടുക്കണം. അപ്പോൾ എന്തായാലും ആദ്യം നമ്മുടെ വീട്ടിൽ പോകാം മൈക്കിളെ. ഓക്കെ, ഷിൻചാനെ ആദ്യം ഒന്ന് നോക്കണ്ടേ? ഓക്കെ. എടാ ഞാൻ പറഞ്ഞില്ലേ, ഷിൻചാനെ സോംബി വൈറസ് ഇതായി, അപ്പോൾ നമുക്ക് ഷിൻചാൻ വെള്ളം കുടിച്ചു അറിയാണ്ട് അതുണ്ടായത്. ഓക്കെ. ഓക്കെ. ഞാൻ ആ ചില്ലിന്റെ ഒരു നമ്മുടെ റൂമില്ലേ എലിയായിട്ട് പൂട്ടി ചില്ലിന്റെ. എടാ ഷിൻചാൻ ചോപ്പ നിന്നോട് നോക്കാൻ പറഞ്ഞാലേ ഷോപ്പ് എന്ത് പരിപാടി കാട്ടി ചോപ്പ. ഷിൻചാൻ രക്ഷപ്പെട്ടു. ഷിൻചാൻ ഞാൻ അവനെ എവിടെ പോയി തപ്പി കണ്ടുപിടിക്കാനാ? ചോപ്പ എന്ത് പരിപാടിയാണ് കാട്ടിയേ നമ്മൾ ഷിൻചാനെ. നമുക്ക് അവനെ കണ്ടുപിടിക്കാം. എടാ മൈക്കിളെ, സോംബീസ് നമ്മുടെ വീടിനുള്ളിൽ കയറണേ, നമുക്ക് എന്തായാലും ചെയ്യണം. അവനിപ്പോൾ നമുക്ക് തൽക്കാലം ഇടിച്ചിടാം. ഇതിപ്പോൾ പുറത്തുള്ളോ, ഇനി ഒരു പട കയറി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ചാടാ വീണ്ടും എന്നിട്ട് എടാ ഇവനെ ഗണ്ണുകൊണ്ട് വെടിച്ചാലേ ഒരു മരിക്കുള്ളൂ, തലയ്ക്ക് വെടിവെക്കണം. നമുക്ക് കുറച്ച് ഗണ്ണെടുത്തിട്ട് വരാം. അതൊന്നും നമുക്ക് എടുക്കാൻ പോവാം. നമുക്ക് ആദ്യം നമ്മുടെ ഇതൊന്ന് സേഫ് ആക്കണ്ടേ? ഓക്കെ ചാടാ. ഷിൻചാൻ അങ്ങനെ പറ്റിയത് മോശമായിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ നമ്മുടെ അടുത്തേക്ക് എന്തായാലും തിരിച്ചു വരും മൈക്കിളെ. അവൻ്റെ എൻ്റെ കൂട്ടുകാരനല്ലേ, അവൻ വരും. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് വെപ്പൺസ് വാങ്ങെടുക്കാൻ പോവാം മൈക്കിളെ. ഓക്കെ, വയോ വണ്ടി കേട്ടോ. ഓക്കെ. ഇവിടെ സോംബീസിന്റെ വിളയാട്ടം ഇന്നൊക്കത്തിന് ഞങ്ങൾ തീർക്കും. എടാ എങ്ങനെ ഇരുന്ന ലോസ് ഏഞ്ചലസ്, അപ്പോൾ ചോര കളിയായി ലോസ് ഏഞ്ചലസ്. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കോളാം, നമ്മളെല്ലാവരും രക്ഷിക്കും. ഓക്കേടാ മൈക്കിളെ, നമുക്ക് എന്തായാലും എല്ലാവരും രക്ഷിക്കണം മൈക്കിളെ. നമ്മുടെ ഷിൻചാനടക്കം എല്ലാവരും രക്ഷിക്കണം. ഓക്കെ മൈക്കിളെ, നമുക്ക് ഞാൻ ന്യൂസിലിട്ട് സയൻസിൽ മരുന്ന് കണ്ടുപിടിക്കണം, പക്ഷെ ഇതുവരെ വേറെ വാർത്ത ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവരുടെ അടുത്തേക്ക് എന്തായാലും പോകണം. ഓക്കെ, നമ്മൾ എന്തായാലും ഇതാണ് നമ്മുടെ ഗൺ ഷോപ്പ്. നമുക്ക് മൈക്കിൾ എന്തായാലും അവരെ ഇത് മറ്റേ ഡിസ്ട്രാക്ട് ചെയ്യും. ഞാൻ അപ്പം ഇതിന് ഗണ്ണെടുത്തിട്ട് വരാം. അങ്ങനെയല്ലടാ, മനസ്സിലായില്ലേ? അത് ഗൈസ്, നമ്മൾ ഇവിടെ കുറേ കണിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാം എടുക്കണം ഗൈസ്. എല്ലാ കണ്ണ് നമ്മൾ ഇന്ന് എടുക്കും, മൊത്തം കണ്ണ് നമ്മൾ വായിലിട്ട് പോലെ ഗൈസ്. ഓക്കെ, പേരച്ചൂട്ട് തലേതൊക്കെയല്ലേ, അതിനെന്തിനാ എടുക്കണേ? അതെന്തിനാ? പാരച്യൂട്ട് തലേതൊക്കെ ഉള്ളത്, അതെന്തിനു വേണം? ഓ ആ പാരച്യൂട്ട്, ഓക്കെ മനസ്സിലായി. ഓക്കെ, അതൊന്നും വേണ്ട, നമുക്ക് എന്തായാലും ആകാശം നല്ലല്ലോ നമ്മുടെ കളി, അത് മൊത്തം റോഡിലല്ലേ. ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് അടുത്ത പ്ലാൻ ചെയ്യാൻ. നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട്. എന്താ മക്കളെ? നമ്മുടെ വീടൊന്ന് സെക്യൂർ ആക്കണം. ഓക്കെ നീ വന്ന് ആദ്യം വണ്ടി കയറി. നീ വണ്ടി എടുക്കാം ആദ്യം. ഓക്കെ
ഓക്കെ മൈക്കിളെ നമുക്ക് ആദ്യം വീട്ടിൽ തന്നെ വിട്ട് നമ്മുടെ വീട് സെക്യൂർ ആക്കണം അതല്ലേ നമ്മൾ പ്ലാൻ. ഓക്കെ യാ ഓക്കെ നമുക്ക് എന്തായാലും വീട് സെക്യൂർ ആക്കാൻ പോയി ഗൈസ്. ഓക്കെ എന്താ വെച്ചാൽ നമ്മുടെ വീടിനുള്ളിൽ ഇനി ആൾക്കാർ കയറി നമുക്ക് വല്ല പ്രശ്നം ഉണ്ടാക്കണ്ട, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ നമ്മൾ വീട്ടിനുള്ളിൽ കയറാൻ പോവാണ്. എടാ എനിക്കറിയണ ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് പണി നടക്കുക. അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ കിട്ടും. ആടാ എനിക്കറിയാം ബിൽഡിങ്, അതായത് ഇവിടെ പണി നടക്കണല്ലേ, ഞാൻ അവിടേക്ക് വണ്ടി എടുക്കാം. ആടാ അതേ എത്തി നമ്മള്. ആ ഇതല്ലേ എനിക്കറിയായിരുന്നത്, അതേ വഴി വന്നേ. ശരി ശരി. എടാ മൈക്കിളെ നമ്മളെന്താ ചെയ്യും, ഇവിടെ മൊത്തം ഇതായി. ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം മൈക്കിളെ, നമുക്ക് ഈ വണ്ടി വെച്ചിട്ട് എന്തായാലും അധിക ദൂരം പോകാൻ പറ്റും തോന്നില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വല്ല വണ്ടി കിട്ടുമോ നോക്കാം. ആടാ ലെസ്റ്ററൊക്കെ എവിടെയാ? ലെസ്റ്ററൊക്കെ സേഫായിട്ട് നമ്മുടെ ലോസ് ആഞ്ചലസിൻ്റെ പുറത്ത് പോയെന്ന് പറഞ്ഞത്. ഓ അപ്പൊ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ നമുക്ക് നീ എന്തായാലും സാധനങ്ങൾ എടുക്ക്. ആടാ ഞാൻ ഈ വലിയ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ആ ഓക്കെ പോലെ മൈക്കിളെ വാ 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 മാർക്കണം മാർക്കണം. നല്ല ഇതുണ്ട്, അവന്മാരൊക്കെ നല്ല വെയിറ്റുള്ള വണ്ടിയാണിത്, നല്ല വെയിറ്റ് ഉണ്ട്, ഇത് ഓടിക്കാനും പറ്റില്ല. അതിൻ്റെ കൂടെ ഈ സോംബീസും ഒക്കെ എടുത്തെറിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഗൈസ്. ഓക്കെ എന്നാൽ അവിടെ പോയി നമ്മുടെ വീട് സെക്യൂർ ആക്കാൻ പോവാണ്. ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മുടെ വണ്ടിയിലുള്ളത്. ഓക്കെ അതിൽ പോവാം മൈക്കിളെ. നമുക്ക് നമ്മുടെ വീടിനോട് എന്തായാലും നമ്മൾ എത്താറായുണ്ട്. ഓക്കെ നമുക്ക് വീട് വേഗം നീ വീട് വേഗം സെക്യൂർ ആക്കും, ഞാൻ അപ്പത്തിനും ഇവരിനെയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാം. അതെങ്ങനെയുണ്ട്? നല്ല ഐഡിയ. അപ്പൊ നീ പോയി ചത്തിട്ട് പോവാ, ഞാൻ രക്ഷപ്പെടട്ടെ. അങ്ങനെ പറയില്ല മൈക്കിളെ, ഞാൻ ഡിസ്ട്രാക്ട് ചെയ്യാന്ന് പറയാം, ചാവാനെന്നല്ല. നമ്മൾ എന്തായാലും വീടത്തിൻ്റെ കേസ് നമുക്ക് നീ പെട്ടെന്ന് പോയി അവരെ ഡിസ്ട്രാക്ട് ചെയ്യേ. ഡിസ്ട്രാക്ട് ചെയ്യാം. ഞാൻ ഇപ്പം എന്തായാലും വീടിനോടെ നമ്മൾ എന്തായാലും വീടിനോടെ എത്തിൻ്റെ കേസ്. ഓക്കെ നമുക്ക് മൈക്കിളോടെ പണി കഴിച്ചു. ഓക്കെ ഊറ്റം സോമിയുള്ള തന്നെ മൈക്കിളോടെ പണി കഴിക്കും. അപ്പം നമുക്ക് ഈ സോമിനെ ഡിസ്ട്രാക്ട് ചെയ്ത് വെടിച്ചു കൊല്ലാം. ഓക്കെ ഗൈസ്. ഓക്കെ ചാവട ചാവട. ഓക്കെ എല്ലാത്തിനും നമ്മൾ കൊല്ലുണ്ട് ഗൈസ്. ഗൈസ് കുറേ ഉണ്ട് ഗൈസ്, ഇന്നൊന്നും തീയില്ലെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വീടൊക്കെ സെക്യൂർ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ മൈക്കിൾ ഫുള്ള് പണി കഴിച്ചിട്ടുണ്ട്, മാറിക്കണം. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ വീടൊക്കെ സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് പൊളിച്ച് വരുമെന്നാണ് സംശയം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ആവശ്യം ഫുഡാണ് ഗൈസ്. ഫുഡ് നമ്മൾ മുമ്പ് തന്നെ സെറ്റാക്കാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ തുറക്കം. ഓക്കെ പിന്നെ നമ്മൾ ഷിൻചാൻ അവൻ നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം ഗൈസ്, അതൊരു പണിയാണ്. ഓക്കെ പിന്നെ അതിനുശേഷം നമുക്ക് എന്താ സയൻറ്റിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് നമുക്ക് മരുന്ന് മേടിക്കണം ഗൈസ്. ഓക്കെ നമുക്ക് ലാബിൻ്റെ ലൊക്കേഷനൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളുടെ അടുത്ത് പോകാം ഗൈസ്. ഓക്കെ മൈക്കിളെ എവിടെ മൈക്കിളെ കാണാനില്ലല്ലോ. ഓക്കെ മൈക്കിള് എവിടെടാ? ഓക്കെ ആടാ മൈക്കിള്. ഗൈസ് നമ്മൾ കുറേ സാധനങ്ങൾ വെപ്പൺസോട് മേടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. കാര്യം ഇപ്പോൾ സോംബി വൈറസ് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വെച്ചിങ്ങനെ. ഓക്കെ മനസ്സിലായോ? അപ്പോൾ നമുക്ക് കൊല്ലണ്ടേ, അതിന് വേണ്ടിയാണ് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, ബാൻഡേജ് എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ മൈക്കിള് എവിടെ ഗൈസ്? മൈക്കിള് കാണാനില്ലല്ലോ. ഓക്കെ ഇതാണ് മെഡിസിൻസ്, നമ്മൾ മെഡിസിൻസും മറ്റേ ബാൻഡേജും ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? തന്നെ ഗ്രനേഡ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. മൈക്കിളോടെ വലിയ പണിയിലാണ്, എന്ന് വെച്ചാൽ ഇത് ഗ്രില്ലൊക്കെ വേണം ഉറപ്പിക്കണം മൈക്കിള്. ഓക്കെ മൈക്കിളെ എന്തായാലും കഴിയാറായാ? ആടാ ഇത് കഴിയാറേ, ഈ ഫുഡ് എടുക്കണ്ടേ? ഫുഡ് അത് നമുക്ക് എന്തായാലും എടുത്തിട്ട് വരാം മൈക്കിളെ. ഓക്കെ മനസ്സിലായില്ലേ? ആടാ പെട്ടെന്ന് ഇനി വണ്ടി എന്തായാലും അത് എടുക്കാൻ പറ്റില്ല. അത് ശരിയാ മൈക്കിളെ, നമ്മളെ വണ്ടി അത് ഈ ആ ലോറിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. നമുക്ക് അങ്ങനെ റോട്ടിൽ കൂടെ ഒന്നും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, എവിടെ ഇടിച്ചെന്ന പോലെ തന്നെയാവും. ഓക്കെ മൈക്കിളെ നമുക്ക് മൈക്കിളെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ ഒരു വണ്ടിയുണ്ട്, അത് കുറച്ച് ഞാൻ ഉണ്ടാക്കിയ വണ്ടിയാണ്, എൻ്റെ വീടിൻ്റെ മുകളിലാണുള്ളത്. ഇതാണ് നമ്മുടെ വണ്ടി, ഇതാ കാണുന്ന വണ്ടി. അത് എങ്ങനെയുണ്ട് മൈക്കിളെ? ഞാൻ ഉണ്ടാക്കിയതാണ്. എടാ ഈ പാട്ടാണോടാ നിന്റെ ഈ വണ്ടി? എടാ മൈക്കിളെ ഇതിൻ്റെ മുകളിലൊക്കെ നോക്ക്, ഞാൻ ഗണ്ണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാ. ഇതിന് ഇതിൻ്റെ അടുത്തേക്കൊരു സോംബി പോയിട്ട് സോംബിയുടെ മുടി പോലും ഇല്ല ഗൈസ്, അതാണ്. ശരി വണ്ടിയൊന്നും കുഴപ്പമില്ല, ഇത് എങ്ങനെ താഴ്ചോട്ട് ഇറക്കും? ഇത് നമുക്ക് ഇടിച്ചു ചേർക്കാം. എങ്ങനെയുണ്ട് മൈക്കിളെ? അല്ല അപ്പൊ എന്റെ ഗ്രില്ല്? ഗ്രില്ല് പോട്ടെ മൈക്കിളെ, നമുക്ക് സീനില്ല. ഞാനും കൂടി ആണോ ചാവുക? അതൊന്നും ഉണ്ടാവില്ലടാ മൈക്കിളെ. നമുക്ക് റെഡി 1 2 3 സ്റ്റാർട്ട്. പൊളിച്ച് മൈക്കിളെ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. കൊല്ലാൻ നോക്കിയിട്ട് കുഴപ്പമില്ലല്ലോ എന്നാ? എടാ കൊല്ലാനെന്താ നീ മൈക്കിളെന്താ ഇങ്ങനെ സാഹചര്യം സംസാരിക്കും മൈക്കിളെ?
ഗൈസ് നമ്മൾ എന്തായാലും നമ്മൾ ഫുഡ് എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഫുഡിന് കുറേ കുറവുണ്ട്. നമ്മളെന്തായാലും നമ്മുടെ സിറ്റിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഫുഡ് എടുക്കാൻ പോണ് ഗൈസ്. ഓക്കെ, നിങ്ങൾ നമ്മുടെ പുതിയ സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ പോണ്? ആടാ, നീ വണ്ടി സൈഡാക്കിക്കോ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ. ഞാൻ ഒക്കത്തിനും ഡീൽ ചെയ്തോണ്ട്. ഓക്കെ മൈക്കിളെ, അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഇതിനെത്തിയിട്ട് ഇതാക്കാം. ഓക്കെ, സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നീ ചാവാൻ നിന്നില്ലേ, ഓക്കെ ഓക്കെ ഇപ്രാവശ്യം ഓക്കെ ഞാൻ ഓക്കെ ചാവാൻ നിക്കാം. ഓക്കെ അതൊന്നും കുഴപ്പമില്ല മൈക്കിളെ. ആരായാലും നമുക്ക് മൈക്കിളെ, ജസ്റ്റ് മിസ് മൈക്കിൾ ഇപ്പം ചത്തു വന്നു. ഓക്കെ ഓക്കെ എടാ, അത്ര പൈസ ഉള്ള ആളായിരുന്നു മൈക്കിള്. ഇപ്പോൾ നടു റോട്ടിൽ ഇരുന്നിട്ട് ഓടുക. ലംബോർഗിനിലേക്ക് പോയായിരുന്നു മൈക്കിള. ഓക്കെ, നമുക്ക് എന്തായാലും മൈക്കിളോട് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇത് സൂപ്പർ മാർക്കറ്റ് സാധനം എടുക്കാം. ഓക്കെ ഓക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം നമുക്ക് എടുക്കാൻ പോണ് ഗൈസ്. സാധനങ്ങളൊക്കെ എടുക്കാൻ പോണ്. ഓക്കെ, നമുക്ക് എല്ലാം തുടച്ച് കഴിയും. കാരണം ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാരണം വെച്ചാൽ നമുക്ക് ഇത് നമുക്ക് കുറേ ദിവസത്തിന് ചിലപ്പോൾ ആവശ്യം വരും ഫുഡ്. കാരണം ഈ മെഡിസിൻസ് ഒന്നും ഇപ്പോൾ അധികം ഒന്നും ആർക്കും അറിയില്ല എവിടെയാണെന്നൊന്നും. പിന്നെ നമുക്ക് മാത്രം അറിയും, പക്ഷേ അത് ശരിക്കുള്ളതൊന്നും അറിയില്ല. നമ്മുടെ ലെസ്റ്റർ വിളിച്ച് പറഞ്ഞതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കണം. മറ്റേ ലാബിൽ അടിക്കുക. ഓക്കെ, നമുക്ക് മൈക്കിളെ നമുക്ക് എന്തായാലും ലാബിനടിക്ക് പോയി നോക്കണ്ടേ? ഓക്കെ കൊല്ലോണ്ട് വണ്ടി എടുക്കണോ? ഓക്കെ മൈക്കിളെ, നമുക്ക് എന്തായാലും ലാബിനടിക്കൊന്ന് പോകണം കേട്ടോ. ഞാനിന്നില്ലേ, ഇപ്രാവശ്യം നീ വെക്കോ, ഞാൻ ചോപ്പേനെ നോക്കിയിട്ട് വീട്ടിലിരിക്കാം. ആടെ മൈക്കിളെ, പിന്നെ നമ്മളെ ഷിൻചാനെ രക്ഷിക്കണം. ഓക്കെ, മനസ്സിലായോ? ഈ വണ്ടി തീ പിടിച്ചല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് എന്താ ചെയ്യാൻ മൈക്കിളെ? ഇനിയിപ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ല മൈക്കിളെ. നമ്മളെ ടയറിൻ്റെ മാത്രമായിട്ട് തീ പിടിച്ചിട്ടുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. എടാ, അപ്പൊ ഫുഡ് കത്തിക്കരിയില്ലേ? അതൊക്കെ നമ്മൾ പുറത്ത് എടുത്തേക്കാം മൈക്കിളെ. അതൊക്കെ മൈക്കിള് അവിടെ ഫുഡ് എടുത്തൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ മൈക്കിൾ മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെ വീട്ടിലുള്ള കയറുക. ഓക്കെ മൈക്കിളെ, ഞാൻ ചാടി വരാം. ഓഹോ, കാലും കൈയും വരക്കുന്നുണ്ട് ഗൈസ്. ഈ സോംബീസിനോണ്ട് പേടിയാവും. ഓക്കെ, നമുക്ക് വണ്ടിയുടെ മുകളിലൂടെ കയറാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടുത്തെ മതിലാണ് ചാടി കയറാം. ഓക്കെ, അത് ആ മതിലാണ് ചാടി കയറാം നമുക്ക്. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മൾ മതിൽ ചാടി കയറുന്നുണ്ട്. ഓക്കെ ചാടിക്കോ. ഓക്കെ മൈക്കിളെ, ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലാബിൽ ഇവിടെ മരുന്ന് എടുക്കണം. അതിനാണ് ഷിൻചാനെ കണ്ടുപിടിക്കണം. ഷിൻചാൻ എവിടെയാണാവോ? പാപം നമ്മുടെ ഷിൻചാൻ. മൈക്കിളെ സൂക്ഷിക്കണം മൈക്കിളെ, ഇപ്പം കടി കിട്ടിയിരുന്നില്ലേ? ഞാൻ കണ്ടില്ല, അവന്റെ പിന്നീന്ന് വന്നതാ. അവൻ എവിടുന്ന വന്നേ? ചിലപ്പോൾ നമ്മൾ പണിന് മുമ്പ് വീട്ടിലുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ എന്തായാലും നമുക്ക് ഷിൻചാനെ കണ്ടുപിടിക്കണം മൈക്കിളെ. ഓക്കെ എടാ എക്ക് തരാണ്ട് ഒറ്റയ്ക്ക് 2 പേര് ഒന്ന് കഴിക്കുക. അതെന്ത് പരിപാടിയാണ് മൈക്കിളെ? ഞാനും കുറേ എഫേർട്ട് ഇട്ടിട്ടില്ലേ? ഓക്കെ അതൊക്കെ ഇട്. നമ്മുടെ ഷിൻചാനെ എവിടെയാണാവോ? നമ്മുടെ ഷിൻചാനെ കണ്ടുകിട്ടാൻ അടിപൊളിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല മൈക്കിളെ, നമ്മുടെ കയ്യിൽ കണ്ണില്ലേ, നമുക്ക് അടിച്ചിടാം. ഒരു കടി കിട്ടിയ നമ്മളും സോംബി തന്നെ. നമ്മൾ കടിയിട്ടാണ് നോക്കണല്ലോ മൈക്കിളെ. എന്നാൽ നമ്മൾ മൈക്കിളെ ഷിൻചാനെ വിഷമം വരിക മൈക്കിളെ. ഷിൻചാനെ കാണാനായിരുന്നു. പ്രോയല്ലേ, അവനക്ക് രക്ഷപ്പെടും. ഇല്ല മൈക്കിളെ, മരുന്നൊന്നും അവൻ എന്തായാലും ഒറ്റക്കെടുത്ത് കഴിക്കുന്നില്ലേ. ഷിൻചാൻ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇലക്ട്രിക് സാധനങ്ങൾ ഓണാക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എടുത്ത് കഴിഞ്ഞവരൊക്കെ അർത്ഥടിച്ച് മരിച്ചോളും. ഓക്കെ എന്നെ രക്ഷിക്കടോ ഫ്രാങ്ക്ലിനെ, എന്റെ ജ്യൂസ് രക്ഷിക്കടോ ഫ്രാങ്ക്ലിനെ. നീ എന്ന് എവിടുന്ന് സൗണ്ട്? സൗണ്ട് നല്ല എവിടുന്ന്? ഞാനാടാ മൈക്കിള്. മൈക്കിളെ, സോംബി അടിക്കാൻ മൈക്കിളായിരുന്നു. ഓക്കെ, ഞാനൊരു സോംബീസ് എല്ലാം ഓടിയിരുന്നാണ്. എടാ ഫ്രാങ്ക്ലിനെ, ഇത് എവിടെ പരിചയമുള്ള മണം? എന്ത് പറ്റിയുടെ ചോപ്പേ? എടാ ഷിൻചാനല്ലത്. ആടാ, ഞാൻ വെറുതെ അല്ലേ പറഞ്ഞത്. എടാ ഷിൻചാൻ, നമ്മുടെ ചോപ്പിന് മണം കിട്ടി ഗൈസ്. മണം കിട്ടിയോണ്ട് ഷിൻചാനെ കണ്ടുപിടിച്ചു. ഷിൻചാനെ നിങ്ങളുടെ അടുത്തേക്ക് വല്ലേ? ഷിൻചാനെ അകത്തടിച്ച് മരിക്കും. ഷിൻചാനെ എടുത്തിക്കല്ലേ ഷിൻചാനെ വേണ്ട ഷിൻചാനെ. നമ്മുടെ ഷിൻചാനെ അർത്ഥടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് കിട്ടി, അർത്ഥടിച്ചു ഗൈസ്. നമ്മൾ ഷിൻചാനെ അർത്ഥടിച്ചു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിനിപ്പോൾ ലാബിലോട്ട് മരുന്ന് എടുക്കണ്ടേ?
മൈക്കിളെ നമുക്ക് ലാബിലോട്ട് മരുന്ന് എടുത്താലോ വന്നിട്ട്? നീ പോടാ, ഞാൻ ഈ ഷിങ്ചാനെ നോക്കിയിട്ടിരിക്കാം. ഓക്കെ മൈക്കിള് ഞാനിപ്പോൾ എന്തായാലും ലാബിൽ പോയിട്ട് മരുന്ന് എടുക്കാം. അതാണ് നമ്മുടെ പ്ലാനിൽ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ. എടാ ആദ്യം പോയിട്ട് നീ ആ ഷിങ്ചാൻ എടുത്തിട്ട് കിട്ടുക. ഓക്കെ നമുക്ക് ഷിൻചാനെ തന്നെ അവിടെ നിൽക്കണം. കാരണം കാരണം ഷിൻചാനെ അവിടെ കിടന്നാൽ വീണ്ടും വേറെ സോംബീസ് ഒന്നും ഷിൻചാനെ വീണ്ടും കടിച്ചാലോ, അങ്ങനെ ഒരു ഇതുകൂടി ഇതുണ്ട്. സോംബീസ് കടിക്കില്ല, എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. ഓക്കെ പക്ഷെ സോംബീസ് നിന്നെ കടിക്കും. നീ കടിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇവിടേക്ക് പോലും ഞാൻ കേട്ടില്ലടാ. അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ല മൈക്കിളെ. ഓക്കെ എല്ലാവർക്കും അടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ അതുകൊണ്ട് നമുക്ക് സേഫാണ്. നമ്മൾ അടുത്തടിച്ച് വീണ സമയത്ത് ഇവിടെ ഷിൻചാൻ എടുത്തിട്ട് വരാം. ഇപ്പം ഷിൻചാൻ അടുത്തടിച്ച് എടുക്കുകയാണ്. ഓക്കെ അയ്യേ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും മതിലടി തന്നെ പോകേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. ഓക്കെ ഷിൻചാൻ എടുത്ത് കിടക്കണം. ഓക്കെ നമ്മൾ ഷിൻചാനോട് എടുത്തിട്ട് വരാൻ പറ്റില്ല ഗൈസ്. ഷിൻചാൻ്റെ എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഗൈസ്. ഓക്കെ അതുകൊണ്ട് നമുക്ക് ഷിൻചാനോട് ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. ഓക്കെ എന്തായാലും ഷിൻചാൻ എടുത്തിട്ട് വരാം. ഓക്കെ സോംബീസ് കാണാണ്ട് പറയുമ്പോൾ എല്ലാത്തിനും മേടിച്ചിടണം. ഓക്കെ എന്നാൽ മൈക്കിളും നമ്മളെ ഹെൽപ്പ് ചെയ്യും സോംബീസിനെ കൊല്ലാൻ. ഓക്കെ നമ്മൾ ഷിൻചാൻ എടുക്കാൻ പോണ്. ഷിൻചാൻ്റെ എടുക്കാൻ പോണ് ഗൈസ്. ഓക്കെ ഷിൻചാനെ ഷിൻചാനെ ബോധമൊന്നുമില്ല, അതുകൊണ്ട് തള്ളി പോടെ ഷിൻചാനെ. ഷിൻചാൻ നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെ ഒന്നല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഇറങ്ങി സോംബീസ് ഒക്കെ വരും. ഷിൻചാൻ നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്, കാണുന്ന പോലെ ഒന്നല്ല, നല്ല വെയിറ്റ് ഉണ്ട്. എന്തായാലും അങ്ങോട്ട് എറിയാം. ഷിൻചാൻ എടുത്തിട്ട് നമ്മൾ ഷിൻചാനാണ്ട് എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ അല്ലാണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ഷിൻചാൻ നമുക്ക് മതിൽ ചാടി കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഷിൻചാൻ്റെ ബോധമൊന്നും ഇല്ലാത്തതാണ്. ബോധം നമ്മളെ അടിക്കും. മതിൽ അയ്യോ ഗൈസ്, നമ്മൾ കുടുങ്ങി ചാടി എങ്ങനെയൊക്കെ ചാടി അയ്യോ കാര്യമൊക്കെ വാങ്ങിക്കണേ ചാടി. അയ്യോ ഓ വാട്ടർ എൻഡിങ്ങടോ. താങ്ക്സ് ഓക്കെ അതൊന്നും പറഞ്ഞേക്കാൻ സമയമില്ല മൈക്കിളെ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ലാബിലോട്ട് മരുന്ന് എടുത്തിട്ട് വരാം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ ആദ്യം നീ ആ ചെറുക്കനെ രക്ഷിക്കേ. ഓക്കെ ഞാൻ എന്തായാലും ഇത് കൊടുക്കുന്നുണ്ട്, ഇത് പേരെ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഷിൻചാൻ എഴുന്നേക്കറ. ഷിൻചാൻ എഴുന്നേൽക്കുന്നില്ലടാ മൈക്കിളെ, എന്താ ചെയ്യാ? നീ പോയെങ്കിൽ ആ മരുന്ന് എടുത്തിട്ട് വേടാ. അത് ഞാൻ ആ മരുന്ന് എടുക്കാൻ നേരത്തോട്ട് പറയണതില്ല. നമുക്ക് എന്തായാലും ഞാൻ ആ മരുന്ന് എടുത്തിട്ട് വരാം. ഓക്കെ ആ മരുന്ന് എന്തായാലും ഷിൻചാന് ഭയങ്കര ആവശ്യമാണ്. ഓക്കെ ചോപ്പ നീയും മൈക്കിളും കൂടി ഷിൻചാനെ നോക്കണേ. എടാ നീ പോയിട്ട് വാ, എങ്ങാനും ഇവൻ്റെ കാലും കൈക്ക് ഞാൻ വെടിവെച്ച് തളർത്തിയേക്കാം. അങ്ങനെയൊന്നും ചെയ്യണ്ട മൈക്കിളെ, എൻ്റെ അനിയനല്ലേ. ഓക്കെ എന്തായാലും അവനെ ഒന്ന് കെട്ടിയിട്ടാലും മതി എഴുന്നേച്ചാ. ഓക്കെ നമുക്ക് എന്തായാലും വിട്ട് നമുക്ക് മരുന്ന് എന്തായാലും ഷിൻചാനെ നമുക്ക് രക്ഷിക്കണം. ഓക്കെ പിന്നെ നമ്മൾ ഷിൻചാനെ മാത്രം രക്ഷിക്കാനല്ല പോണ് ഗൈസ്, നമ്മൾ നാട്ടിലുള്ള എല്ലാവരും രക്ഷിക്കാൻ. നാട്ടിലിപ്പോൾ വെള്ളത്തിൽ നിന്നാണ് പടർന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലോസ് ഏഞ്ചൽസ് സിറ്റിയിലുള്ള ഇതിൽ നിന്നാവും, റിവറിൽ നിന്നാവും എല്ലാവർക്കും ഈ അസുഖം പടർന്നുണ്ടാവുക. ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റിവറിൽ തന്നെ ഇതിൻ്റെ ഒരു സാമ്പിൾ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എവിടെയാണെന്ന് എനിക്കറിയില്ല, ലാബിലാണെന്നറിയാം. ലാബിൽ എന്തെങ്കിലും സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാമല്ലോ. നമുക്ക് ആ റിവറിൽ കൊണ്ടുപോയിട്ട് അത് കലർത്താം, അങ്ങനെ ഒരു പ്ലാൻ കൂടി ഉണ്ട്. പിന്നെ ഒരു സാമ്പിൾ എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഷിൻചാനും കൊടുക്കാമെന്ന് ഒരു പ്ലാനിലാണ് ഞാൻ പോണത്. ഓക്കെ ഓക്കെ എന്തായാലും ലാബിൻ്റെ അവിടേക്ക് എത്താറുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ ഈ വഴിക്കാണ് ലാബ് എന്ന് പറഞ്ഞത്. ആ കാണുന്ന ലാബ് ഞാൻ ലാബ് കണ്ടു ഗൈസ്. ഓക്കെ നമ്മളിനി അവിടെ എത്തിയിട്ട് ആ സാധനം എടുക്കണം. അവിടെ എന്തായാലും മറ്റേ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും, അപ്പോൾ അവരിൽ നിന്ന് ചോദിച്ച് എടുക്കാമല്ലോ. ഓക്കെ നമ്മൾ ലാബിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഏത് വഴിക്ക് നമ്മൾ കണ്ണടച്ച് ഏതൊക്കെ വഴി അല്ല ഗൈസ്, അതാ ആ വഴി ഗൈസ്. അവിടെ ഇതുണ്ട്, അത് കണ്ടു ഞാൻ. ഈ ഹെലികോപ്റ്ററൊക്കെ തകർന്ന് വീണുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നടന്നു പോകാൻ ഇവിടുന്ന് പറ്റുള്ളൂ, നടന്നു തന്നെ പോകാം ഗൈസ്. ഓക്കെ ഹെലികോപ്റ്ററൊക്കെ തകർന്ന് വീണുണ്ട് ഗൈസ് ഇവിടെ. ഓക്കെ അപ്പം അതിൻ്റെ അടുത്ത് ഇവിടെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ലാബിൽ നിന്ന് സോംബി വൈറസ് ഇതായിരുന്നു തോന്നുന്നു ഗൈസ്, അഫക്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ ഇവിടെ സയൻറ്റിസ്റ്റുകളൊന്നും കാണാൻ ഗൈസ്, എന്താ പറ്റി ഇവിടെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ സോംബി വൈറസ്? എടാ അത് സയൻറ്റിസ്റ്റ്. എടാ മോനെ എന്നെ രക്ഷിക്കേ. എടാ മരം. ഓക്കെ സയൻറ്റിസ്റ്റ് ഞങ്ങളെ എന്താ എന്നാ പിന്നെ നോക്ക്, ആദ്യം ഉള്ളിലുള്ള മരുന്നെടുക്ക്, പെട്ടെന്ന് പോടാ, പെട്ടെന്ന്
സയൻറ്റിസ്റ്റുകളെ താങ്ക്സ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ചത്തിട്ടാണോടോ നിന്റെ ഡയലോഗ് അടി. എന്തായാലും ഇയാളെന്തായാലും മരിച്ചു. ഇയാളെന്തായാലും നമുക്ക് പറഞ്ഞിട്ടാ മരിച്ചത്. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ പോലീസുകാരൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ഇവിടെ നിറച്ച് സോംബീസ് ഉണ്ട് ഗൈസ്. ഓക്കെ, എന്താ ഗണ്ണ് ഗൈസ് അടിച്ച വെട്ടൊന്നും പോളില്ല ഗൈസ്. കൈയൊക്കെ വിറയ്ക്കണു. ഓക്കെ ഓക്കെ, ഇവിടെ മരുന്നുണ്ട് പറഞ്ഞത് സയൻറ്റിസ്റ്റുകൾ. ഓക്കെ, സയൻറ്റിസ്റ്റുകൾ പറഞ്ഞത് ഇവിടെ മരുന്നുണ്ടെന്നാണ്. ഓക്കെ 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 ഓക്കെ, എവിടെയും മരുന്നുള്ളത്. നമുക്ക് എന്തായാലും ഏതെങ്കിലുമൊക്കെ വഴി പോയി നോക്കാം. അപ്പം കാണാനും മരുന്ന് ഗൈസ്. ഈ റൂമാണ് ചുപ്പളകത്തിൻ്റെ ഒരു. ഓക്കെ ഓക്കെ, ഈ പെട്ടി എന്തൊക്കെ മിസ്റ്റീരിയസ് തോന്നുന്നുണ്ട്. ഇതാണ് ഇനി. ഓക്കെ ഗൈസ്, നമുക്ക് തുറന്ന് നോക്കാം. ഓ ഗൈസ് നമുക്ക് കിട്ടി. ഇതന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും ഇത് ആദ്യം പോയിട്ട് റിവറിൽ കലർത്താം. പിന്നെ നമുക്ക് അതിന് കുറച്ച് ഇത്ര ഷിൻചാനിയും കൊടുക്കാം ഗൈസ്. നമ്മൾ റിവറിൽ കലർത്തി. ഓക്കെ, ഇത് നമുക്ക് ഷിൻചാനെടുത്ത് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് ഷിൻചാനെടുത്ത് പോകാം ഗൈസ്. ഓക്കെ, നമ്മൾ റിവറിലെല്ലാം കലർത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ റിവറിലെല്ലാം കലർത്തി. ഇനി നമുക്ക് ഒരു കുറച്ചും കൂടി ഉണ്ട്. അത് നമ്മൾ ഷിൻചാൻ കൊടുക്കാനുള്ള ഗൈസ്. നമ്മൾ ഷിൻചാൻ കൊടുക്കാൻ വേണ്ടി വെച്ചുള്ള. ഇനി ഇതിന് ഇവിടേക്ക് വരുന്ന സോംബീസൊക്കെ ഈ വെള്ളം കുടിച്ച് ക്യൂർ ആയിക്കോളും. ഓക്കെ, നമുക്ക് എന്തായാലും ഷിൻചാൻ്റെ അടുത്ത് പോകണം. ഓക്കെ ഗൈസ്, നമ്മൾ ഷിൻചാൻ ഗൈസ് നമ്മളെന്തായാലും ഷിൻചാൻ്റെ അടുത്ത് എത്തി ഗൈസ്. ഓക്കെ, മൈക്കിൾ അടക്കണം ഗൈസ്. മൈക്കിൾ അടക്കണം. അപ്പോൾ ഷിൻചാൻ കണ്ടു ഗൈസ്. ഓക്കെ, ഷിൻചാൻ എന്തായാലും ഇത് കൊടുക്കാം ഗൈസ്. എടാ ഫ്രാങ്ക്ലിനെ നിനക്ക് കിട്ടിയോ? കിട്ടി. ഞാൻ കുറച്ച് റിവറിലും കലർത്തിയിട്ടുണ്ട്. പിന്നെ ഇവനെ കുറച്ച് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് ഷിൻചാനും കൊടുക്കാൻ. എന്തൂട്ടാ മരുന്ന്? ഇതെന്താ ബ്ലീച്ചിങ് പൗഡർ? അങ്ങനത്തെ ഒന്നും മരുന്നാണ്. നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഷിൻചാൻ എഴുന്നേൽക്കാണോ? അടുത്തുള്ള കടയിൽ നിന്ന് പോയി എടുക്കായിരുന്നില്ലേ അത് മുടി? അല്ല ഞാൻ നമുക്ക് തന്നെ അറിയാം. എന്താ ഇവിടെ നടക്കുന്നേ? എടാ നമ്മൾ ഷിൻചാൻ എഴുന്നേറ്റു. എന്താ ഫ്രാങ്ക്ലിൻ തന്നെ ഇവരൊക്കെ ഇങ്ങനെ തെറിച്ച് കളിക്കുന്നേ? എടാ ഇത് സോംബീസാടാ. ഇതാ? അതെ സോംബീസാടാ. നീയും സോംബി ഏതായിരുന്നു? നിന്നെ ഞങ്ങൾ രക്ഷിച്ചതാ, അറിയോ? എടാ ഞങ്ങൾ വെറുതെ പറയല്ല, നിന്നെ ഞങ്ങൾ രക്ഷിച്ചതാന്ന്. എന്റെ തലയൊക്കെ വേദനിക്കുന്നു. എന്താ ചെയ്യാ? ഒന്നും ചെയ്യാല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പേര് നമ്മൾ ഷിൻചാനൊക്കെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ് ഗൈസ്. ഓക്കെ, കുറേ നാളായി. ഓക്കെ ഇതെന്താ ന്യൂസ്? ഓക്കെ ന്യൂസിൽ പറയുന്നത് ഗൈസ് നമ്മൾ കാരണം എല്ലാവരും രക്ഷപ്പെട്ടെന്നാണ് ന്യൂസിൽ പറയണത്. ഓക്കെ, എല്ലാവരും ഇതായി നമ്മുടെ ചേച്ചി ഫ്രാങ്കിൽ വെച്ചാണ് പറയുന്നത്. ഫ്രാങ്കിൽ വെച്ചാൽ പറയണത് തോന്നുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ് ഗൈസ്. ഓക്കെ, ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക. ഓക്കെ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു.